മാം മുവ തന്നെയല്ലേ? മാം മുവ തന്നെയല്ലേ? എന്തല്ലേ മുവ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇന്ന് വേറെ ആളെ വിളിച്ചൂടെ? അത്രയുള്ള എന്റെ മേക്കപ്പ്. അല്ല, മാമിന്റെ മേക്കപ്പ് കണ്ടിട്ട് എനിക്ക് അത്ര ഒന്നും തോന്നിയില്ല, അതുകൊണ്ടാ. നിങ്ങൾ എന്താ കളിയൊക്കെ വിളിച്ചതാണ് എന്നെ? അല്ല മാം, ഐ ആം സീരിയസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മിൻഹ ഷാജി ഒഫീഷ്യൽ. ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു പ്രാങ്ക് തന്നെയാണ്. കഴിഞ്ഞ പ്രാങ്കിന് നല്ല സപ്പോർട്ട് ചെയ്തു എല്ലാവരും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഞാൻ ആരെ പ്രാങ്ക് ചെയ്യണ അറിയോ? എൻ്റെ സ്വന്തം മമ്മനെ പ്രാങ്ക് ചെയ്യാന്ന് വെച്ചാൽ മമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൊച്ചിയിൽ നിന്ന് വിളിക്കുകയാണ്, ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് മാം മേക്കപ്പ് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെയാണ് വിളിക്കണമെന്ന് പറഞ്ഞാൽ മാമിൻ്റെ അതായത് റേറ്റും കാര്യങ്ങളൊക്കെ എത്രയെന്ന് അറിയാം. റിയാക്ഷൻ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയാം. റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ വിളിച്ചു നോക്കുക. ഞാൻ കാരമണ്ണയാണ്, മമ്മ വീട്ടിൽ കേട്ടോ, അതായത് പപ്പായുടെ വീട്ടിലാട്ടോ. ഞാനത് വിളിക്കുന്നത് ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണ്, അപ്പം മനസ്സിലാവില്ലല്ലോ. ഓക്കെ, എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, സെറ്റല്ലേ? ഇത് വിളിക്കണേ. അല്ല, എന്താവുന്നാവും. Hello. I am Niharika. I am calling from Kochi. പറയൂ, ആരാ? മാം മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? അതെ. ഞാനൊരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വിളിക്കാം. നമുക്കൊരു സിനിമ ഷൂട്ടിംഗ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പം മാം വരുമോ? ഞാൻ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ അക്കൗണ്ട് ഞാൻ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇൻ്റർവ്യൂ ആണ്. മാം വരുമോ? സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സിനിമ ഷൂട്ടിംഗ് ആണ് സംഭവം. അപ്പൊ മാമിന് എത്താൻ കഴിയുമോ? അവിടെ റൂമൊക്കെ നമ്മൾ സെറ്റാക്കി തരും. എനിക്ക് 2-3 കുട്ടികളൊക്കെ ഉണ്ട്, പോരാൻ പറ്റില്ല. കുട്ടികളുണ്ടെങ്കിൽ എന്താ മാം? അല്ല, ചെറിയ കുട്ടിയാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവരാം, അവിടെ റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഞാന് ഹസ്ബൻഡിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഹസ്ബൻഡിനെ കൊണ്ടുവരാട്ടോ. മാം എന്തായാലും ഒന്ന് പറയണേ റിപ്ലൈ. ഹലോ. ഹലോ. എന്താ മാം ചിരിക്കുന്നേ? ഹലോ മാം, എത്രയാണ് മാമിന്റെ റേറ്റ് ഒക്കെ? ഇത് കുറച്ച് ലോങ് ആവോട്ട് ഒരു 25,000. 25,000? അത് ഇത്തിരി കൂടിയില്ലേ മാം? എന്താ ഒരു 24? ഇനി കുറയില്ല? ഒരു 23-ന് ചെയ്തുതരാം. ഞാൻ ചോദിക്കട്ടെ മാം, ഞാൻ പറയുന്ന റേറ്റിന് സെറ്റ് ആവുമോ? നിങ്ങൾ എത്ര ഉദ്ദേശിക്കണ? ഒരു 2,000. ഇന്ന് വേറെ ആളെ വിളിച്ചൂടെ? അത്രയുള്ള എന്റെ മേക്കപ്പ്. അല്ല, മാമിന്റെ മേക്കപ്പ് കണ്ടിട്ട് എനിക്ക് അത്ര ഒന്നും തോന്നിയില്ല, അതുകൊണ്ടാ. നിങ്ങൾ എന്താ കളിയൊക്കെ വിളിച്ചതാണ് എന്നെ? അല്ല മാം, ഐ ആം സീരിയസ്. മാം, ആരാണ്? ഐ ആം മിൻഹ. എന്റെ മോഹന്റെ കിട്ടുട്ടോ എന്റെ കന്ന് കൂരിപ്പേ. നിഹാരിക എന്റെ ഒലക്ക. ഇത് ഏതാ നമ്പർ? ഇത് എന്റെ ഫ്രണ്ടിന്റെ.
തന്നെയല്ലേ? ഏ? മാം മൂവ തന്നെയല്ലേ? എന്തല്ലേ? മൂവ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഷോർട്ടാക്കി പറഞ്ഞതാണോ? ആ ആണാണ്. ആ അതെ അതെ അതെ. ഇന്നങ്ങോട്ട് പോരെ, ആകെ കൊളായിക്കോടും. ഫ്ലാഷ് ബാക്ക്. നിങ്ങ നിങ്ങ കട്ടിയ റിപ്ലൈ തരൂ. ഇമ്മ ഞാൻ മിനിയേന്ന് അവസാനം പറയാട്ടോ. മമ്മ ഞാൻ മിനിയേന്ന്. ചിരിപ്പിക്കല്ലേ? ഇപ്പോഴെ ശരിക്കും പ്രാങ്ക് ആയത്. പറ വെച്ചിട്ട് ഇനി അതിന്റെ കണ്ടിന്യൂഷൻ അല്ലേ? ആ കണ്ടിന്യൂ. കണ്ടിന്യൂഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ പട്ടി? പിന്നെ റെക്കോർഡ് ചെയ്യാണ്, എന്നാലേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. പറ ഇനി എവിടുന്നാ പറയണ്ട്? ഇനി കുട്ടികളും മക്കളൊക്കെ കൊണ്ട് നീ റേറ്റ് വെക്ക, എത്ര റേറ്റ് എന്താ എങ്ങനെയൊക്കെയാണെന്നൊക്കെ. ഹലോ മാം, കേക്കുന്നില്ലേ? കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വെച്ചിട്ട് പോടി. ചിരിക്കല്ലേ, സ്റ്റോപ്പ്. നേരെ ഓക്കെ, ഇന്നില്ല. ഹലോ മാം. എന്താ കഴിച്ചിരിക്കണത്? വെള്ളം വരുന്നു എന്റെ മൂക്കുന്ന ലാസ്റ്റ് പറയുന്നു കേട്ടോ. ഞാൻ മിന്നിയേന്ന് ഞാൻ യൂട്യൂബില് തന്നെ മോഹമുണ്ട്. ഓക്കെ. ഹലോ മാം. എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്ത് സംഭവം? ഇമ്മന് പറയുമ്പോ ശരിയാണ്. അങ്ങനല്ലേ? കേൾക്കുന്നില്ല മാം? ആ കേൾക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ സത്യം പറഞ്ഞ ആർക്കാണ് പ്രാങ്ക്? നിങ്ങൾ പറയും. ഞാൻ പറയട്ടെ, എപ്പോഴും നമ്മൾ വേറൊരാളെ പ്രാങ്ക് ചെയ്ത് കണ്ട് രസിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്കും പ്രാങ്ക് തരണം, അതായത് ഓഡിയൻസിന് പ്രാങ്ക് വരണം അല്ലേ? അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ മമ്മനെ പ്രാങ്ക് ചെയ്തു അല്ലെങ്കിൽ പപ്പേനെ പ്രാങ്ക് ചെയ്തു, അങ്ങനെയല്ല, ഇടയ്ക്ക് നിങ്ങൾക്കും ആവാം. ഇത് ജസ്റ്റ് ഫോർ ഫൺ, എല്ലാവരും ഫണ്ണായിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ തന്നെ എടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ചിരിച്ച് ആകെ സൗണ്ടൊക്കെ പോയി. സത്യത്തിൽ ഞങ്ങൾ ഓഡിയൻസിനെയാണ് പ്രാങ്ക് ചെയ്തത്. അപ്പോൾ ഈ പ്രാങ്ക് വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.